സതീഷ് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ വികസനത്തിന് തുടർച്ചയൊരുക്കാൻ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി 4 ദിവസം കൊണ്ട് ഈ തുറന്ന വാഹനത്തിലുള്ള പര്യടനം അവസാനിക്കും. വലിയ ആവേശകരമായ സന്തോഷകരമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം അവരിലുണ്ടാക്കുന്ന ഒരു മാറ്റം, ഒരു തുടർച്ച വേണമെന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വികസന പ്രവർത്തനം 10 വർഷത്തെ വികസന പ്രവർത്തനം എങ്ങനെ വിലയിരുത്തുന്നു? ഈ 10 വർഷം കാട്ടാക്കട മണ്ഡലത്തിലെ നായകനായിരുന്നു, എങ്ങനെ വിലയിരുത്തുന്നു? 10 വർഷം കാര്യങ്ങൾ ചെയ്യാനായി, ചിലത് തുടങ്ങി പൂർത്തീകരിക്കാനുണ്ട്, ചില പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കാനുണ്ട്. അപ്പോ വളരെ വ്യത്യസ്തമായ ഒരു വികസന കാഴ്ചപ്പാട് സമൂഹത്തിന് മുന്നിൽ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാൻ കേരളത്തിലെ ഏക സാങ്കേതിക സർവകലാശാല അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അത് പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ഏക EV നമ്മുടെ മണ്ഡലത്തിലാണ്, അത് ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. 2 വലിയ സ്റ്റേഡിയങ്ങൾ ഭൂമിയായി കഴിഞ്ഞു. അവിടെ ക്രിക്കറ്റ്, ഫുട്ബോൾ അക്കാഡമികൾ കഴിയുമെങ്കിൽ സ്ഥാപിക്കണം. ഇങ്ങനെ നിരവധിയായ ആശയങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന്. തിരിച്ചടിയില്ല. ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കും, ആരെയും സംരക്ഷിക്കില്ല. അത്തരം ആഗ്രഹത്തോടെ അടുപ്പിൽ വെള്ളം വച്ചവർക്ക് 9-ാം തീയതിയോടുകൂടി വാങ്ങി വയ്ക്കാം. പിണറായി വിജയൻ സർക്കാർ തുടരും 100% തുടരും. എതിരാളികളെ എങ്ങനെ വിലയിരുത്തുന്നു? കോൺഗ്രസും BJP എങ്ങനെ വിലയിരുത്തുന്നു? എതിരാളികളാണ്. ജനാധിപത്യത്തിൽ എതിരാളികളുണ്ട്. ശക്തമായ പ്രചരണം അവർ നടത്തുന്നു. ജനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനങ്ങൾ അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നു. അപ്പൊ എന്തായാലും പ്രചാരണമൊക്കെ തുടരുകയാണ്. അദ്ദേഹത്തിന് സൗണ്ടിലൊക്കെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രചരണമൊക്കെ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്, ആരോഗ്യ പ്രശ്നം കുറച്ചുണ്ടല്ലേ, എന്നാലും ശക്തനാണ്, തുടരുമെന്ന് തന്നെയാണ് വിശ്വാസം. ഉറച്ച വിശ്വാസത്തിലാണ്.
പ്രിയമുള്ളവരെ, ഇവിടെ നൽകിയ ആവേശോജ്വലമായ സ്വീകരണത്തിന് അമ്മമാര്, സഹോദരി സഹോദരന്മാരെ, 9-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന് തുടർച്ച വേണം, വികസനത്തിന് വേണം. നമ്മൾ കണ്ണുള്ളവർ കാണുകയും കാണുന്നവർ കേൾക്കുകയും ചെയ്യുന്ന, കണ്ടറിയുകയും കൊണ്ടറിയുകയും ചെയ്യുന്ന വികസനമാണ് ഇന്ന് കേരളത്തിൽ. നമ്മുടെ മക്കൾ പഠിക്കുന്ന പള്ളിക്കൂടങ്ങൾ മാറി, ആശുപത്രികൾ മാറി, റോഡുകൾ മാറി. മാത്രമല്ല, കുറഞ്ഞാല് ക്ഷേമ പെൻഷൻ കിട്ടുന്ന നാടായി കേരളം, പട്ടയമില്ലാത്തവർക്ക് പട്ടയം കിട്ടുന്ന നാടായി കേരളം മാറി, വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്ന നാടായി കേരളം മാറി. ഇനിയും ഈ വികസനം തുടങ്ങാം. വികസനത്തിനൊരോട്ട്, ഇടതുപക്ഷത്തിനൊരോട്ട്, അരിവാട്ടി നക്ഷത്ര മലയാളത്തിനൊരോട്ട്, എനിക്കൊരോട്ട്. നിങ്ങൾ നൽകിയ സ്നേഹത്തിനും സ്വീകരണത്തിനും ഹൃദയത്തിന്റെ പാർട്ടിയിൽ നന്ദി അറിയിച്ച് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നന്ദി, നന്ദി. പ്രയാണങ്ങൾക്ക് ഗതിവേഗം പകർന്ന കാലം ആവശ്യപ്പെട്ട ചരിത്ര ദൗത്യങ്ങൾ ആർജവത്തോടെ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ കർമ്മധീരന്മാരെന്ന് അഡ്വക്കേറ്റ് ഐ.വി. സതീഷ്. എന്നാലും സ്ഥാനാർത്ഥികളൊക്കെ പര്യടന തിരക്കിലാണ്. ഇപ്പോൾ വാഹന പര്യടനമാണ്. കാട്ടാക്കട മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഐ.ബി. സതീഷിന്റെ വാഹന പര്യടനമാണ് ഇന്ന് ഈ പ്രദേശത്തോടെ കടന്നുപോയത്. വളരെ വിജയ പ്രതീക്ഷയിലാണ് അദ്ദേഹം ആയിരിക്കുന്നത്. ഈ പ്രത്യേകിച്ച് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. പക്ഷേ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. അതിനപ്പുറത്തേക്ക് ഈ തിരഞ്ഞെടുപ്പിൽ LDF അത് ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കാട്ടാക്കട LDF സ്ഥാനാർത്ഥി ഐ.ബി. സതീഷ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രവർത്തകരും ഒക്കെ വളരെ ആവേശത്തിലാണ് ഈ മണ്ഡലത്തിലായിരിക്കുന്നത്. അതെ അതെ, ഇപ്രാവശ്യം LDF തുടരും എന്ന് തോന്നുന്നു. തുടരും ഐ.ബി. സതീഷ് തുടരും. കാണാൻ വേണ്ടി വന്നതാണല്ലോ. ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾക്കെല്ലാം സാധിച്ചും തരുന്നുണ്ട്. ഉറപ്പാണ്. LDF തുടരുമോ? എങ്ങനെ തോന്നുന്നു? തുടരും. ആവേശമാണ്. നല്ല സ്ഥാനാർത്ഥിയൊക്കെ കണ്ടു സന്തോഷത്തിലാണല്ലോ. അപ്പൊ അത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസൊക്കെ എന്താ തിരിച്ചടി ആവുമെന്ന് എന്തെങ്കിലും ഒരു പേടിയുണ്ടോ? പേടിയും തോന്നുന്നു. ഓടിച്ചവര് അവരല്ലല്ല. പിന്നെ എന്തിനാ പേടിക്കണേ? ജയിക്കുക തന്നെ ചെയ്യും. ഉറപ്പാ. സർക്കാർ തുടരുമോ? അങ്ങനെയാണ് മൂന്നാം ഊഴത്തിന് തയ്യാറെടുത്ത് ജയിപ്പിക്കും. സിന്ദാബാദ് വിളിക്കോ? പ്രതീക്ഷ വലിയ പ്രതീക്ഷയല്ല. ഒരുപാട് ആളുകളുണ്ട്. മൂന്നാം പിണറായി സർക്കാർ എന്നുള്ള ഉറപ്പാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ. എന്തൊക്കെയാണ് കാട്ടാക്കടക്കാരുടെ ഈ ഒരു LDF എന്ന് പറയുന്നതിനുള്ള ഒരു അഭിമാനം? അഭിമാനം എന്ന് പറയുന്നത് കാട്ടാക്കട മണ്ഡലം ലോകോത്തര നിലവാരത്തിൽ എത്തിച്ച നമ്മുടെ ഐ.വി. എന്തുകൊണ്ടും ഒരു വലിയൊരു ദൈവമാണെന്ന് തന്നെ കാട്ടാക്കട മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായത്. അത് ആവശ്യങ്ങളല്ല, ജലസംഭരണിയുടെയും മറ്റു വികസന പ്രവർത്തനങ്ങളും കാട്ടാക്കട മണ്ഡലത്തില് 100% ഉറപ്പുവരുത്തി പേരിന് കളങ്കമില്ലാത്ത ഒരു നേതാവായി മാറി ഐ.വി. അത് ആർക്കാണ് വരാൻ സാധിക്കാത്തത്? എല്ലാവരും വരട്ടെ. അവരോരോ വിശ്വാസങ്ങളല്ലേ, ആ വിശ്വാസം അവരിലിരിക്കട്ടെ.
സതീശൻ ഞങ്ങളങ്ങനെ തന്നെ ഉറപ്പ് വിട്ടുകൊടുക്കൂല സത്യം ഉറപ്പാണ് LDF അല്ല മറ്റാരുണ്ട് തീർച്ചയായിട്ടും LDF തന്നെ അടുത്ത 3ാം ഭരണസമിതി വരും. അപ്പൊ എന്തായാലും ഈ പ്രവർത്തകല്ലേ എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊലയ്ക്ക് നല്ലൊരു യാതൊരു പേടിയില്ല. ഒരു വിഷയമല്ല, ഞങ്ങൾ തന്നെ തിരിച്ച് വീണ്ടും വരും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് കാട്ടാക്കടയിലെ ജനങ്ങൾ.